അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് 2 ടൈപ്പാണ്. ഒന്ന് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും വേണം, അതുപോലെ തന്നെ അറ്റസ്റ്റഡ് കോപ്പീസും വേണം. ആദ്യം അറ്റസ്റ്റഡ് കോപ്പീസിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് വേണ്ട അറ്റസ്റ്റഡ് കോപ്പീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നമ്മുടെ SSLC ബുക്കിൻ്റെ കോപ്പിയാണ്. രണ്ടാമത്തത് PG സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. അത് പ്രൊവിഷണലും ആകാം അല്ലെങ്കിൽ ഒറിജിനലും ആകാം. മൂന്നാമത്തത് എന്ന് പറയുന്നത് BEd സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. അതും പ്രൊവിഷണലും ആകാം അല്ലെങ്കിൽ ഒറിജിനലും ആകാം. അതുപോലെ തന്നെ PHകാരുടെ ഡിസബിലിറ്റിക്കാരുടെ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റഡ് കോപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒറിജിനൽ കോപ്പീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് SC/STയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നോൺ ക്രിമിലെയറുകാരുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഓൺഗോയിങ് സ്റ്റുഡൻസിൻ്റെ അഫിഡവിറ്റുകളുടെ ഒറിജിനൽ വേണം. സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റ് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒറിജിനൽ തന്നെ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് A4 സൈസിലുള്ള ഇന്നർ ക്ലോത്തിങ് ഉള്ള ഒരു എൻവലപ്പ്, 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു എൻവലപ്പ്. ഇത്രയും കാര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഏപ്രിൽ 1 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും വിജയിച്ച എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ.